ഇവിടെ CPIM എന്ന രാഷ്ട്രീയ പാർട്ടി മറ്റ് പാർട്ടികളിൽ നിന്ന് ഭിന്നമായിട്ടൊരു പാർട്ടിയാണ്. ആ പാർട്ടിയെ തിരുത്താനെന്ന ഭാവേന ഈ വലതുപക്ഷ മാധ്യമങ്ങളുടെ കയ്യടി നേടിക്കൊണ്ടാണ് അൻവർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. അദ്ദേഹം പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയതിൻ്റെ ഓരോ സമയവും ഈ നാട്ടിലെ ആളുകൾക്കെല്ലാം അറിയാം. അദ്ദേഹം പരസ്യമായിട്ടുള്ള പ്രസ്താവന നടത്തുന്നു. അത് പോലീസിൻ്റെ രീതികളെ സംബന്ധിച്ചാണ്. അതിനുശേഷം മലപ്പുറം SP ഓഫീസിലെ മരമുറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം സത്യഗ്രഹം നടത്തുന്നു. അതിനുശേഷം മുഖ്യമന്ത്രിയുമായിട്ട് കൂടിയാലോചിക്കുന്നു. കൂടിയാലോചന എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ മുമ്പിൽ അദ്ദേഹത്തിന് ചില പരാതികളുണ്ട്. ആ പരാതികൾ കേൾക്കാൻ മുഖ്യമന്ത്രി തയ്യാറായതിൻ്റെ അടിസ്ഥാനത്തിൽ സഖാവ് പിണറായിയോട് തന്നെ നേരിട്ട് സംസാരിക്കുന്നു. അദ്ദേഹം എഴുതി കൊടുക്കുന്നു. പിന്നീട് പാർട്ടി സെക്രട്ടറിക്ക് എഴുതി കൊടുക്കുന്നു. അദ്ദേഹം നിയമസഭാ കക്ഷി അംഗമെന്ന നിലക്ക് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ഒരു കാര്യം എഴുതി കൊടുത്താൽ, MLA എന്ന നിലക്ക് മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്താൽ തീർച്ചയായിട്ടും അത് വളരെ ഗൗരവത്തോടു കൂടി പരിഗണിക്കും എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ അദ്ദേഹം ഈ പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും ഒക്കെ തിരുത്തുന്നതിന് വേണ്ടി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇന്നലെ നിലമ്പൂരിൽ വാർത്താ സമ്മേളനം നടത്തിയതോടുകൂടി അതിൻ്റെ വലിയ തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും CPMനെയും സ്നേഹിക്കുന്ന ആളുകൾക്ക് വലിയ ഉത്കണ്ഠയുണ്ട്. എന്തുകൊണ്ടാണ് അൻവർ ഇങ്ങനെയുള്ള ഒരു നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അതിൻ്റെ പിന്നിൽ വല്ല ഉദ്ദേശവുമുണ്ടോ എന്ന ന്യായമായിട്ടുള്ള സംശയം ഉയരും. അവിടെയാണ് ഭരണകക്ഷി MLA ആയിരുന്ന ഘട്ടത്തിൽ സഖാവ് KPR, KPRൻ്റെ ചരിത്രം ഞാൻ ഓർമ്മിപ്പിക്കേണ്ടത് പുതിയ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. കാരണം സഖാവ് KPR സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു എന്ന് മാത്രമല്ല, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള മൊറാഴ സമരത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചതാണ്. അപ്പോൾ തൂക്കുമരത്തിൽ നിന്ന് ഇറങ്ങി വന്നയാളാണ്. വധശിക്ഷ വിധിച്ചതിന് ശേഷം അദ്ദേഹം ജയിലിൽ കഴിയുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ തൂക്കം വർദ്ധിച്ചു. അതാണ് അദ്ദേഹം സാധാരണഗതിയിൽ ഒരു വധശിക്ഷ വിധിക്കപ്പെട്ട ഒരു പ്രതിയെ സംബന്ധിച്ചിടത്തോളം ഉരുകി അദ്ദേഹത്തിൻ്റെ ശരീരഭാരം കുറയുകയാണ് ചെയ്യുക. പക്ഷെ ശരീരഭാരം വർദ്ധിച്ചു. കാരണം ഈ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് താൻ പൊരുതുന്നത്. ഈ രാജ്യത്തിന് വേണ്ടിയാണ് വേണമെങ്കിൽ തൂക്കുമരമേറുന്നത്. ഇങ്ങനെയൊരു ദേശാഭിമാന ബോധത്തോടു കൂടി ജനങ്ങളോടും രാജ്യത്തോടും അങ്ങേയറ്റത്തെ കൂറ് പ്രഖ്യാപിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാനുള്ള മഹത്തായ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച KPR MLA ആയിട്ടുള്ള ഘട്ടത്തിൽ CPMനെതിരെ ഇതേപോലെയുള്ള ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അന്ന് മുഖ്യമന്ത്രിയായിരുന്നു സഖാവ് EMS. സഖാവ് EMSനോടും ഗവൺമെൻറ്റിനോടും അന്ന് MLA എന്ന നിലക്ക് ആവശ്യപ്പെട്ടത് ആഗസ്റ്റ് 19 കൃഷ്ണപ്പിള്ള ദിനം ഒഴിവാക്കണമെന്നാണ്. ഔദ്യോഗികമായിട്ടുള്ള ഒഴിവാക്കണം. കാരണം അദ്ദേഹം സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ്. സ്വാഭാവികമായിട്ടും പാർട്ടി ബന്ധുക്കളെയൊക്കെ ആവേശം കൊള്ളിക്കുന്ന ഒരു കാര്യമാണ്. കൃഷ്ണപ്പിള്ള എന്ന് പറയുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ഏക സഖാവാണ്. ഇതാണ് സഖാവ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ് കൃഷ്ണപ്പിള്ള. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവാണല്ലോ. EMSും കൃഷ്ണപ്പിള്ളയും അതുപോലെ K ദാമോദരനും NC ശേഖറും അടക്കം 4 പേരാണല്ലോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയത്. EMS ആണ് പാണ്ഡിത്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള നേതാവെങ്കിലും കേരളത്തിലെ പാർട്ടി സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് തിരഞ്ഞെടുത്തത് സഖാവ് കൃഷ്ണപ്പിള്ളയാണ്. ആ കൃഷ്ണപ്പിള്ളയുടെ ചരമദിനം ഔദ്യോഗികമായിട്ടുള്ള അവധിയാക്കണം എന്നാണ് അന്ന് സഖാവ് KPR ആവശ്യപ്പെട്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ മെമ്പർമാർ അനുഭാവികളൊക്കെ സഖാവ് KPRൻ്റെ ആവശ്യത്തോടൊപ്പമാണ് മാനസികമായിട്ട് നിന്നത്. പക്ഷെ പാർട്ടി മറിച്ചൊരു തീരുമാനമെടുത്തു. ഗവൺമെൻറ്റും ആ നിവേദനത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത്. കാരണം ഒട്ടേറെ ആളുകളുടെ ചരമദിനങ്ങളുണ്ട്. അവയിൽ അതൊന്നും പരിഗണിക്കാതെ കൃഷ്ണപ്പിള്ളയുടെ ചരമദിനം അവധി ദിനമാക്കി അത് വലിയ
എതിരായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കും, എതിരായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കും എന്നതുകൊണ്ട് കൃഷ്ണപ്പിള്ളയോടുള്ള എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ അത്തരമൊരാവശ്യം നിരസിക്കുകയാണ് ചെയ്തത്. അന്ന് സഖാവ് KPR പരസ്യമായിട്ടടക്കം പ്രതികരിച്ചു. എന്ന് മാത്രമല്ല, അദ്ദേഹം പിന്നീട് CPMുമായിട്ട് തെറ്റിപ്പിരിഞ്ഞു, ബോൾഷെവിക് പാർട്ടി ഉണ്ടാക്കി. അങ്ങനെയാണ്. അപ്പോൾ പാർട്ടിയുടെ കൂട്ടായ തീരുമാനത്തിന് വഴങ്ങുന്നതിന് പകരം പാർട്ടിയെ വെല്ലുവിളിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആ ത്യാഗിവര്യനായിട്ടുള്ള KPRൻ്റെ വെല്ലുവിളിയെപ്പോലും അതിജീവിച്ച പാർട്ടിയാണ് CPIM. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. KPRുമായി തട്ടിച്ച് നോക്കിയാൽ അൻവർ ഇവിടെ കിടക്കുന്നു. അൻവർ നമ്മുടെ നാട്ടിലെ ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹം ഞാനുമായിട്ട് നല്ല സൗഹൃദത്തിലാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസരത്തിൽ അദ്ദേഹം വടകര മണ്ഡലത്തിൽ എനിക്ക് ചുമതലയുള്ള കൂത്തുപറമ്പ് മണ്ഡലത്തിൽ തന്നെ ചില പരിപാടികൾക്ക് വേണ്ടി വന്നു. ഞങ്ങളുമായിട്ട് കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. അപ്പോൾ ആ തരത്തിലുള്ള സൗഹൃദമുള്ളയാളാണ്. പക്ഷേ പാർട്ടിക്കെതിരായിട്ട് വന്നാൽ അതാണ് പാർട്ടിയെ പരസ്യമായിട്ട് വെല്ലുവിളിക്കുക. കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായിയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നത് സഖാവ് പിണറായി ഗുരുഭൂതനെ പോലെ കണക്കാക്കുന്ന ആളാണ് എന്നൊക്കെ അദ്ദേഹം പിണറായിയെ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിച്ച അൻവറാണ് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തോടു കൂടി പിണറായി സ്വർണ്ണക്കള്ളക്കടത്തുകാർക്കടക്കം കൂട്ടുനിൽക്കുന്ന ആളാണ് എന്ന നിന്ദ്യമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്ന നിലയിലേക്ക് വന്നിട്ടുള്ളത്.